നമസ്കാരം. നമ്മുടെ കണ്ണിലെ കൃഷ്ണമണിയേക്കാൾ വളരെ ഗൗരവത്തോടെ വളരെ സൂക്ഷിച്ച് നമ്മുടെ കടലിനെ സംരക്ഷിക്കണം. ശൈലികമ്പി ആരംഭിക്കുന്നു. തുറമുഖത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, കടലിനെ മലിനീകരിക്കുന്ന വിഷയത്തിൽ പോലും നമ്മൾ ഇറങ്ങി പ്രവർത്തിക്കുന്നു എന്നുള്ള കാര്യം നേരത്തെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. എന്തുമാത്രം പ്രാധാന്യമാണ് നമ്മുടെ തുറമുഖവും നമ്മുടെ കടലും രണ്ടും പരസ്പര പൂരകങ്ങളായി പ്രവർത്തിക്കുന്നതിനെക്കുറിച്ച് 2-3 ദിവസമായി ഞാൻ ഈ MSC വാഷിങ്ടൺ എന്ന് പറയുന്ന കപ്പലിൻ്റെ കഥ ഇങ്ങനെ നീട്ടി പോവുമായിരുന്നു. ഇന്ന് ഒരു ആഗോളതലത്തിൽ ആ കപ്പൽ നൽകുന്ന ചില കണക്കുകളും ആഗോളതലത്തിൽ നമ്മുടെ കടലിൻ്റെ പ്രാധാന്യവും ഒക്കെ ബോധ്യപ്പെടുത്താൻ പോകുന്നതാണ് അതിലെ ചില വസ്തുതകൾ. 2 പേർ മറുപടി തന്നിരുന്നു. ഒരാളുടെ പേര് ഞാൻ ഓർക്കുന്നില്ല. രണ്ടാമത്തത് മോഹനൻ നടമേൽ. ഒന്നുകിൽ വെള്ളം ബല്ലാസ്റ്റ് പമ്പ് ചെയ്ത് കളഞ്ഞു കാണും, അല്ലെങ്കിൽ ഇന്ധന ഉപയോഗത്തിൽ വ്യത്യാസമായിരിക്കും. ഒരു ചെറിയ ചോദ്യം ചോദിച്ചിരുന്നല്ലോ. MSC വാഷിങ്ടൺ ഇവിടെ എത്തുമ്പോൾ 15.9 മീറ്റർ ഡ്രാഫ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷേ ആങ്കറേജിൽ നിന്ന് ബർത്തിലോട്ട് വരുമ്പോഴത്തേക്ക് അത് 15.7 ആയിട്ട് കുറഞ്ഞു. എന്തുകൊണ്ടാണ് കുറഞ്ഞതെന്ന് ഞാൻ ചോദിച്ചിരുന്നു. ഇപ്പോൾ കറക്റ്റായിട്ടുള്ള ഉത്തരം തന്നെ 2 പേര് തന്നു. ബല്ലാസ്റ്റിലൂടെ വെള്ളം മാറ്റി എന്നുള്ളതാണ്. പക്ഷെ അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ക്യാപ്റ്റൻ ബിനോയ് എനിക്ക് നൽകിയ വിവരം, ഫോർ സച്ച് ടൈപ്പ് ഓഫ് വെസൽ സിങ്കേജ് ഓർ റൈസ് will be 200 metric ton per centimeter. 1 സെന്റിമീറ്റർ കടലിൽ ഈ വാഷിങ്ടന്റെ സൈസിലുള്ള ഒരു കപ്പൽ, അതിൻ്റെ 1 സെന്റിമീറ്ററിലുള്ള വ്യത്യാസം കൂടുന്നതും കുറയുന്നതും 200 മെട്രിക് ടൺ കയറ്റുകയോ ഇറക്കുകയോ ചെയ്യുമ്പോഴാണ്. അത് കണ്ടെയ്നർ ആവാം, ചരക്കാവാം, ബല്ലാസ്റ്റ് വാട്ടർ ആകാം. അപ്പോൾ ആ കണക്കും അതിൻ്റെ ഒരു പ്രാധാന്യവുമാണ് ഈ കഥ പറയണമെന്ന് എന്നെ വീണ്ടും പ്രേരിപ്പിച്ചത്. 15.9 15.7 ആകുമ്പോൾ 0.2 മീറ്റർ അഥവാ 20 സെന്റിമീറ്റർ. അപ്പോൾ 20 സെന്റിമീറ്ററിന്റെ കഥ അദ്ദേഹം പറഞ്ഞു തന്നു. ഫോർ സച്ച് ടൈപ്പ് ഓഫ് വെസൽ സിങ്കേജ് ഓർ റൈസ് വിൽ ബി 200 മെട്രിക് ടൺ പെർ സെന്റിമീറ്റർ. അങ്ങനെയാണെങ്കിൽ 200 മെട്രിക് ടൺ ഇൻറ്റു 20 സെന്റിമീറ്റർ 4000 മെട്രിക് ടൺ. 4000 മെട്രിക് ടൺ ആണ് ചരക്ക് കയറ്റുകയോ ഇറക്കുകയോ അല്ലെങ്കിൽ ബല്ലാസ്റ്റിലൂടെ ആ വ്യത്യാസം വരുത്തിയത്. എന്തിനാണ് ആ വ്യത്യാസം വരുത്തിയത്? അദ്ദേഹം പറഞ്ഞത്, കാർഗോ പ്ലാൻ കിട്ടും. ഒരു കപ്പല് പോർട്ടിലോട്ട് പ്രവേശിക്കുന്നതിന് മുമ്പ് ക്യാപ്റ്റന് അതിൻ്റെ കാർഗോ പ്ലാൻ കിട്ടും. എത്ര ഡിസ്ചാർജ് ചെയ്യണം, എത്ര ലോഡ് ചെയ്യണം. അപ്പോൾ അതനുസരിച്ച് അതിൻ്റെ ഡ്രാഫ്റ്റും മറ്റു കാര്യങ്ങളും മെയിൻറ്റെയിൻ ചെയ്യണം. അങ്ങനെയാണ് 15.9 എന്നുള്ളത് 15.7 ആയിട്ട് കുറച്ച് 4000 ടൺ കടൽ വെള്ളം പമ്പ് ചെയ്ത് പുറത്തോട്ട് കിട്ടും. അങ്ങനെയാണ് അതിനെ ബാലൻസ് ചെയ്തത്. അപ്പോൾ എമൗണ്ട് എത്ര, ക്വാണ്ടിറ്റി എത്രയാണെന്ന് നോക്കണം. 4000 ടൺ വെള്ളം മാറ്റിയപ്പോഴാണ്, കടൽ വെള്ളം മാറ്റിയപ്പോഴാണ് 15.9 15.7 ആയിട്ട് മാറിയത്. ദിസ് മച്ച് എമൗണ്ട് ഓർ ക്വാണ്ടിറ്റി മേ ബി പംപ്ഡ് ഔട്ട് എന്നുള്ളത് കാർഗോ പ്ലാനുമായി ബന്ധപ്പെട്ടാണ്. കാർഗോ പ്ലാൻ എന്തായിരുന്നു അപ്പോൾ പിന്നീട് നമുക്ക്, ഇതാണ് ഞാൻ വാഷിങ്ടൺ തിരിച്ചു പോകുമ്പോൾ പറയാമെന്ന് പറഞ്ഞത്. 5241 മൂവ്സ് ഉണ്ടായിരുന്നു. ക്രെയിൻ എടുക്കുകയും തിരിച്ചു വയ്ക്കുക, അല്ലെങ്കിൽ കരയിലിരിക്കുന്നത് എടുക്കുകയും തിരിച്ച് കപ്പലിൽ അങ്ങനെ ചെയ്യുന്ന, അതാണ് മൂവ്. അങ്ങനെയാണ് ലോകം മുഴുവൻ പോർട്ടിന്റെ എഫിഷ്യൻസി കണക്കാക്കുന്നത്. എത്ര മൂവ്സ് പെർ അവർ. ഇവിടെ 5241 മൂവ്സ്. കണ്ടെയ്നർ ഏകദേശം 7000 കണ്ടെയ്നർ. അപ്പോൾ 5241 മൂവ്സ് ആകുമ്പോൾ 20 ഫീറ്റ് ആണെങ്കിൽ കൃത്യം 5241 TU എന്ന് പറയാം. ഇവിടെ 40 ഫീറ്റും കൂട്ടി വരുന്നത് കൊണ്ട് ഏകദേശം 7000-ഓളം TU ആയിട്ടുണ്ടെന്ന് പറയുന്നു. അതിനേക്കാൾ രസകരമായ ഒരു കണക്ക്, MSC വാഷിങ്ടൺ തിരിച്ചു പോകുമ്പോൾ ഡ്രാഫ്റ്റ് 16.9 മീറ്ററായി. 15.7 നിന്ന് 16.9 മീറ്ററായി. അപ്പോൾ എത്രയാണ് വ്യത്യാസം? 120 സെന്റിമീറ്റർ. 1 മീറ്ററും 20 സെന്റിമീറ്ററും കപ്പൽ താഴോട്ട് പോയി. അപ്പോൾ ഇത്രയും ലോഡ് കയറി. എത്ര ലോഡ് കയറി? നേരത്തെ പറഞ്ഞ കണക്കനുസരിച്ചാണെങ്കിൽ 120 സെന്റിമീറ്റർ ഇൻറ്റു 200 ടൺ 24,000 ടണ്ണാണ്, മെട്രിക് ടണ്ണാണ് കപ്പലിൽ കയറിയത്. അപ്പോൾ ഇത്തരം കണക്കുകൾ പഠിക്കുമ്പോൾ ഈ സെന്റിമീറ്റർ കണക്ക് വെച്ചിട്ട് കടലിൽ ഇപ്പോൾ വളരെ സ്മൂത്ത് ആയിട്ടാണ് നമ്മുടെ ഇവിടെ വരുന്ന കപ്പൽ 15.9 വരുന്നു, 15.7 ആയിട്ട് കുറയ്ക്കുന്നു, തിരിച്ച് 16.9 പോകുമ്പോൾ
ലോകത്തെന്ത് നടക്കുന്നു എന്നുള്ളത് കൂടി നമ്മൾ ഈ അവസരത്തിൽ ഒന്ന് മനസ്സിലാക്കുന്നത്, നമ്മുടെ കടലിന്റെ പ്രാധാന്യം, നമ്മുടെ കടലിനെ സംരക്ഷിക്കാൻ ഏതൊക്കെ വിധത്തിൽ നമ്മൾ പ്രവർത്തിക്കണം തുടങ്ങിയ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ബോധ്യമാകും. രണ്ട് പ്രദേശത്തെ ഈ ഇപ്പോഴത്തെ സാഹചര്യം, നമ്മുടെ ഈ സെന്റിമീറ്റർ കണക്ക് വെച്ച് കടലിന്റെ ആഴവും വ്യാപ്തിയും ഒക്കെ തൂക്കി സ്വർണം തൂക്കുന്നത് പോലെ തൂക്കുന്ന ഈ സമയത്ത് ആന്റ്വർപ്പ്, ഗെന്റ് രണ്ട് നഗരങ്ങളാണ് ബെൽജിയത്തെ. ആന്റ്വർപ്പ് വളരെ പ്രശസ്തമായ പോർട്ടാണ്. ആന്റ്വർപ്പ്, ഗെന്റ് ആൻഡ് സം ഡച്ച് പോർട്സ്, നമ്മുടെ റോട്ടർഡാം, ആംസ്റ്റർഡാം പോർട്ടുകൾ. സം ഡച്ച് പോർട്സ് ഹാവ് ഇൻട്രഡ്യൂസ്ഡ് ഓപ്പറേഷണൽ മെഷേഴ്സ് ആസ് പ്രൊലോങ്ഡ് ഡ്രൗട്ട് continues to lower water levels. മഴയില്ലാതെ വരൾച്ച കാരണം അവരുടെ പ്രധാനപ്പെട്ട നദികളിലൂടെയാണ് റോട്ടർഡാമിൻ്റെയും ആന്റ്വർപ്പിൻ്റെയും കപ്പലുകൾ വളരെ ഉള്ളിൽ പോയിട്ടാണ് അവരുടെ ബർത്തുകൾ. അപ്പോൾ അവിടെ മഴയില്ല, ഡ്രൗട്ട് കാരണം വെള്ളം കുറഞ്ഞത് കാരണം ഒരുപാട് ഓപ്പറേഷണൽ മെഷേഴ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. എന്തൊക്കെയാണത്? വാട്ടർ ലെവൽസ് ഇൻ ദ കനാൽ ആർ അറൌണ്ട് 15 സെന്റിമീറ്റേഴ്സ് ബിലോ ദ ടാർഗറ്റ് ലെവൽ. എത്ര വെള്ളത്തിന്റെ അളവിനെ കുറിച്ച് എത്ര കൺസേൺ ആണെന്ന് നോക്കണം. 15 മീറ്റർ, നേരത്തെ ഈ സമയത്ത് 15 മീറ്റർ കൂടുതൽ ഉണ്ടായിരിക്കേണ്ടത് ഇപ്പോൾ വാട്ടർ ലെവൽസ് ഇൻ ദ കനാൽ ആർ അറൌണ്ട് 15 സെന്റിമീറ്റേഴ്സ് ബിലോ ദ ടാർഗറ്റ് ലെവൽ. നേരത്തെ ഉണ്ടായിരിക്കേണ്ടതിനേക്കാൾ 15 സെന്റിമീറ്റർ കുറവാണ്. അതുകൊണ്ട് എന്ത് പറ്റുന്നു? Until further notice, vessels using the canal are subject to a maximum draft limit of 12.35 meters. 12.35 മീറ്റർ വരെയുള്ള കപ്പലുകൾക്ക് പ്രവേശിക്കാൻ കഴിയുകയുള്ളൂ. അടിയട സിമ്പൽ മനസ്സിലാവുന്നുണ്ടല്ലോ. നമ്മുടെ ഇവിടെ 15 മീറ്റർ, 16 മീറ്റർ, 16.9 മീറ്റർ, 17 മീറ്റർ, 18 മീറ്റർ ഒക്കെ വരുന്നതും പോകുന്നതും നമ്മളാരും അതിൻ്റെ വില മനസ്സിലാക്കുന്നില്ല. ഇവിടെ ഡ്രൗട്ട് കാരണം 12.35 മീറ്റർ വരെയുള്ള കപ്പലുകൾക്ക് പ്രവേശിക്കാൻ കഴിയുന്നുള്ളൂ. ലോകത്തിലെ പ്രധാനപ്പെട്ട പോർട്ടുകളായ റോട്ടർഡാം, ആംസ്റ്റർഡാം, ആന്റ്വർപ്പ് തുടങ്ങിയ സ്ഥലങ്ങളിൽ ദ നോർത്ത് സീ പോർട്ട് അതോറിറ്റി സെറ്റ്, അതിന്റെ ചുമതലയുള്ള നോർത്ത് സീ പോർട്ട് അതോറിറ്റി പറഞ്ഞത് 12.35 മീറ്ററിൽ കൂടുതലുള്ള കപ്പലുകൾ ഈ സമയത്ത് പ്രവേശിക്കാൻ ബുദ്ധിമുട്ടാണ്. ഇനി നമുക്ക് പനാമ കനാലിലോട്ട് വരാം. രണ്ട് സാഹചര്യങ്ങളാണ്. ഫ്രം August 26, ഈ വർഷം ഓഗസ്റ്റ് മുതൽ ദ മാക്സിമം ഓതറൈസ്ഡ് ഡ്രാഫ്റ്റ് വിൽ ഫോൾ ടു 48 ഫീറ്റ്, അതായത് 14.63 മീറ്റർ ആയിട്ട് കുറഞ്ഞു. അവിടെയും മഴ തന്നെയാണ് പ്രശ്നം. മഴയില്ല, വെള്ളമില്ല. ബിഫോർ ബീയിങ് റെഡ്യൂസ്ഡ് അഗെയിൻ ടു 47.5 ഫീറ്റ്, 14.48 മീറ്റർ ആയിട്ട് വീണ്ടും കുറയും. അപ്പോൾ എന്ത് ഈ 0.6 എന്ത് അളന്ന് അവര് സെന്റിമീറ്ററും മില്ലിമീറ്ററും ഒക്കെ അളക്കുകയാണ് അവരുടെ വെള്ളത്തിന്റെ ഡ്രാഫ്റ്റ്. ഫ്രം സെപ്റ്റംബർ 3 മുതൽ 14.48 മീറ്റർ വരെയുള്ള കപ്പലുകളെ പ്രവേശിക്കാൻ കഴിയുകയുള്ളൂ പനാമ കനാലിലൂടെ കടത്തിവിടാൻ. അപ്പോൾ അവിടെ അതിന്റെ പ്രാധാന്യം, ക്യൂസ് എക്സീഡ് 160 ഷിപ്സ് അറ്റ് ദ ഹൈറ്റ് ഓഫ് ദി ഡിസ്റപ്ഷൻ. ഈ പനാമ കനാലിന്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് ഒരു ഘട്ടത്തിൽ 160 കപ്പലുകൾ പുറംകടലിൽ കാത്തുകിടന്നു. ഡിലേ സ്ട്രെച്ച്ഡ് ബിയോണ്ട് 2 വീക്സ്, 2 ആഴ്ചയിലധികം കപ്പലുകൾ കാത്തു കിടക്കേണ്ടി വന്നു. ആൻഡ് വൺ ഓപ്പറേറ്റർ പെയ്ഡ് അറൌണ്ട് 4 million at auction for a priority transit slot. ഒന്ന് വേഗത്തിൽ കടന്നു കിട്ടാനുള്ള ഒരു ഓപ്ഷൻ വരെ നടത്തി. നേരത്തെ പോകണമെന്നുള്ളവർ കൂടുതൽ തുക തന്നാൽ നേരത്തെ കടത്തിവിടാമെന്നുള്ള ഓപ്ഷനിൽ $4 million ഓപ്ഷനിൽ ഒരു കപ്പലുടമ പങ്കെടുത്ത് എനിക്ക് നേരത്തെ പോകണം, എൻ്റെ കപ്പൽ നേരത്തെ വരണമെന്ന് പറഞ്ഞിട്ട് 4 മില്യൺ 38 കോടി രൂപ 38 കോടി രൂപ അധികം കൊടുത്തിട്ടാണ് ആ കപ്പൽ. അപ്പോൾ ആ പനാമ കനാലിന്റെ പ്രാധാന്യം മനസ്സിലാവുന്നുണ്ടല്ലോ. അവിടെ എങ്ങനെയാണ് വെള്ളമില്ലെങ്കിൽ കനാൽ പ്രവർത്തിക്കാൻ കഴിയില്ല. അപ്പോൾ വെള്ളം, കടലായാലും കായലായാലും വെള്ളത്തിന്റെ പ്രാധാന്യം എന്താണെന്ന് വളരെ വ്യക്തമായി ഈ താരതമ്യത്തിലൂടെ നമുക്ക് മനസ്സിലാവുന്നു. നമ്മുടെ കടലിനെ എങ്ങനെ എത്ര കരുതലോടെ നമ്മൾ കാക്കണം, മത്സ്യത്തൊഴിലാളികൾക്കും മത്സ്യങ്ങൾക്കും നമ്മുടെ കപ്പലുകൾക്കും നമ്മുടെ പോർട്ടിനുമൊക്കെ വേണ്ടി എത്ര കരുതലോടെ നമ്മുടെ കടലിനെ കാക്കണം എന്നുള്ളത് പറയാനാണ് വാഷിങ്ടന്റെ കഥ ഞാൻ അതിലൂടെ മനസ്സിലാക്കിയ ചില കാര്യങ്ങൾ പ്രേക്ഷകരുമായി ഇപ്പോൾ സംസാരിച്ചത്.
ഇനി നമ്മുടെ നേരത്തെ പറയുന്ന ന്യൂസ് ലെറ്റർ നിങ്ങൾക്ക് വേണ്ടി ഒരു കത്ത് അതിനകത്തുണ്ട്. നിങ്ങൾ അയച്ചു കൊടുത്താൽ മതി. നിങ്ങൾ പറയേണ്ട കാര്യങ്ങൾ ആ കത്തിലുണ്ട്. ലോകത്തിരിക്കുന്ന എല്ലാവർക്കും കയറ്റുമതിയും ഇറക്കുമതിയും മാനുഫാക്ചറിങ്ങുമായി ബന്ധപ്പെട്ട് നമ്മുടെ തുറമുഖം നൽകാൻ പോകുന്ന സാധ്യതകൾ, ലാഭം. ഞാനൊരു കഥ പറയാം. എത്രത്തോളം ഒരു വ്യവസായി നമ്മളെ പോലൊരു തുറമുഖം ഇല്ലാത്തത് കൊണ്ട് എത്രത്തോളം വിഷമിച്ചു എന്നുള്ളതിൻ്റെ ഒരു കഥ പറയാം. അദ്ദേഹം കയറ്റുമതി നടത്തിക്കൊണ്ടിരുന്ന കാലത്ത് അദ്ദേഹത്തിന് അറിയില്ല, ഈ ഇതൊന്നും ട്രാക്ക് ചെയ്യാനോ ഒന്നും സൗകര്യമില്ലാതിരുന്ന ഒരു കാലത്ത് 10-15 വർഷം മുമ്പ് അദ്ദേഹം ട്രിവാൻഡ്രത്ത് നിന്ന് ദുബായിലോട്ടാണ് അയക്കേണ്ടത്. 42 ദിവസം കഴിഞ്ഞിട്ടാണ് അദ്ദേഹത്തിന്റെ ബാങ്കിൽ LC ക്ലിയറൻസ് കിട്ടും. 42 ദിവസം. ട്രിവാൻഡ്രത്തില്ലല്ലോ, പോർട്ടില്ല. ഒന്നുകിൽ തൂത്തുക്കുടി അല്ലെങ്കിൽ കൊച്ചി വഴി ദുബായിലോട്ട് പോകാൻ 4-5 ദിവസം കൊണ്ട് പോവുകയാണ്. ഇപ്പോൾ ഒരു കപ്പൽ അവിടെ നിന്ന് വന്നിട്ടുണ്ട്, അബുദാബിയിൽ നിന്ന് ആദ്യമായിട്ട്. ഈ തർക്കത്തിന്റെ ഇടയിൽ അബുദാബി ഖലീഫ പോർട്ടിൽ നിന്ന് MSC കൊളംബോ നമ്മുടെ പുറംകടലിലുണ്ട്. 5 ദിവസം, 4-5 ദിവസമാണ്. ഞാൻ കൃത്യമായി എഴുതി കാണിക്കാം. 4-5 ദിവസത്തിനുള്ളിൽ എത്തി. 42 ദിവസം കയറ്റുമതി നടത്തിയ ഒരു വ്യവസായി അദ്ദേഹത്തിന്റെ പേയ്മെന്റിന് വേണ്ടി കാത്തിരുന്ന 42 ദിവസത്തെക്കുറിച്ച് കഴിഞ്ഞ ദിവസം എന്നോട് സംസാരിച്ചു. അത്ര അധികം പ്രാധാന്യം നമ്മുടെ തുറമുഖത്തിനും നമ്മുടെ കടലിനും ഉണ്ട് എന്നുള്ളത് ഊണിലും ഉറക്കത്തിലും നമ്മുടെ ഒരു ജാഗ്രത ആവശ്യപ്പെടുന്ന വിഷയമാണ്.